ഇറാനും ഖത്തറും തമ്മിലുള്ള പുതിയ തർക്കം പശ്ചിമേഷ്യയിൽ വീണ്ടും ചർച്ചയാകുന്നു. യുദ്ധത്തിനിടെ തങ്ങളുടെ 3 യുദ്ധവിമാന പൈലറ്റുമാരെ ഖത്തർ പിടികൂടി തടങ്കൽ വെച്ചിരിക്കുകയാണെന്നാണ് ഇറാന്റെ ആരോപണം. എന്നാൽ ആരോപണം പൂർണ്ണമായും നിഷേധിച്ച് ഖത്തർ രംഗത്തു വന്നു. അമേരിക്കയുമായുള്ള സംഘർഷത്തിനിടെ തകർന്നു വീണ യുദ്ധവിമാനത്തിലെ 3 പൈലറ്റുമാരെ ഖത്തർ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് ഇറാന്റെ ആരോപണം. പൈലറ്റുമാരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ സൈനിക നേതൃത്വം അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിയെ സമീപിക്കുകയും ചെയ്തു. ജവാദ് സലേഹി, അബ്ദുൽ മജീദ് ദഷ്തിയൻ, ഇമ്രാൻ ബഹ്ഷോറിൻ എന്നീ 3 പൈലറ്റുമാരെ മാസങ്ങളായി ഖത്തർ തടങ്കിൽ വെച്ചിരിക്കുകയാണെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ ഈ ആരോപണം ശക്തമായി നിഷേധിച്ചിരിക്കുകയാണ് ഖത്തറും. ഇറാനിയൻ പൈലറ്റുമാരെ ജീവനോടെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് ഖത്തറിന്റെ വിശദീകരണം. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഇറാന്റെ യുദ്ധവിമാനം തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെന്നും പിന്തിരിയാൻ ആവശ്യപ്പെട്ടിട്ടും പ്രതികരണം ഉണ്ടായില്ലെന്നുമാണ്. തുടർന്ന് ഖത്തർ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. പിന്നീട് നടത്തിയ തിരച്ചിലിൽ ഒരു ഇറാനിയൻ സൈനികന്റെ മൃതദേഹം കണ്ടെത്തിയെന്നും ഖത്തർ വ്യക്തമാക്കി. മൃതശരീരം ഇറാന് കൈമാറുന്നതിനായി ഔദ്യോഗികമായി ക്ഷണം നടത്തിയെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നും ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഖത്തർ ആരോപിക്കുന്നത്. അതേസമയം 3 സൈനികരെ ഖത്തർ പിടികൂടിയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ ഇപ്പോഴും. സംഭവത്തിൽ റെഡ് ക്രോസിന്റെ ഇടപെടലും ഇറാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ 3 പൈലറ്റുമാർ എവിടെയെന്ന ചോദ്യം ഉയരുകയാണ്. അവരുടെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണം തുടരുന്നു. ഖത്തർ ഇറാൻ വാദപ്രതിവാദം തുടരുന്ന സാഹചര്യത്തിൽ സംഭവത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇനി പുറത്തുവരാനുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.